നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് മുൻപോട്ട് വെച്ചിട്ടുള്ള ട്രംപ് കാർഡ് അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോഴും അതിനെ ഹമാസ് ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവിടെ യുദ്ധം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ഇപ്പോഴും ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും രോഷങ്ങളും നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ജൂതന്മാർക്കെതിരെയുള്ള വംശീയ ഹത്യ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി ഒരു നടുക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലണ്ടൻ മാഞ്ചസ്റ്ററിലെ ജൂതപ്പള്ളിയിൽ വെച്ച് രണ്ടുപേരെ കുത്തിക്കൊന്നത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി എന്ന 35-കാരനാണെന്ന് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹീറ്റൺ പാർക്ക് സിനഗോഗിൽ ഇന്നലെ രാവിലെ സംഭവം നടന്ന ഉടൻ തന്നെ സായുധ പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നിരുന്നു. കുട്ടിയായിരിക്കെ UK-യിലെത്തിയ ഇയാൾക്ക് 2006-ൽ ആയിരുന്നു ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചതെന്നാണ് കരുതുന്നത്. ഈ തീവ്രവാദി ആക്രമണം ആസൂത്രണം ചെയ്ത കുറ്റം ചുമത്തി പ്രായം 30-കളിൽ ഉള്ള 2 പുരുഷന്മാരെയും 60 വയസ്സിലേറെ പ്രായമുള്ള ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനഗോഗിന് വെളിയിൽ നിന്ന് ആളുകൾക്കിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റിയ ഷാമി പിന്നീട് ഒരാളെ കുത്തിക്കൊല്ലുകയായിരുന്നു. 2 യഹൂദ വംശജർ കൊല്ലപ്പെട്ടപ്പോൾ മറ്റു 3 പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. യഹൂദ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പുണ്യമായ ഒരു ദിവസമായി കരുതുന്ന യോം കിപ്പൂർ ദിവസമായിരുന്നു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. കൊലയാളി ഒരു ഇസ്ലാമിക തീവ്രവാദിയാണെന്ന് ഡെയിലി മെയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴും കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഷാമിയെ മറ്റേതെങ്കിലും കേസുകളുമായി ബന്ധിപ്പിക്കുന്ന രേഖകളൊന്നും തന്നെ കണ്ടെത്താനായില്ല. ഇക്കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിൽ മരണമടഞ്ഞ 20 പുരുഷന്മാരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്ക് പറ്റിയ മറ്റു 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിലൊരാൾ കത്തിക്കുത്തിലാണ് പരിക്കേറ്റിരിക്കുന്നത്. മറ്റേയാൾ കാർ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ബ്രിട്ടനിൽ യഹൂദ വിരുദ്ധത തഴച്ചു വളരുകയാണെന്ന് സർ കീർ സ്റ്റാമർ മുന്നറിയിപ്പ് നൽകി. ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയ സുരക്ഷാ സേനാംഗങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. തികച്ചും ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തി എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർത്തതായും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദത്തോടുള്ള മൃദു സമീപനം അതിനെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ എന്ന് താൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ജൂത ദേവാലയത്തിലുണ്ടായ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകാതെ കാത്തതും ഒരു ജൂത പുരോഹിതന്റെ ഇടപെടലാണ്. ഇക്കാര്യം ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹീറ്റൺ പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗ് രാവിലെ 9:30-നാണ് ആക്രമി എത്തിയത്. കാർ ഇടിച്ചു കയറ്റി ഇയാൾ ശ്രമിച്ചത് സിനഗോഗിനുള്ളിൽ കടക്കാനായിരുന്നു. പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ആക്രമിച്ച് ഇയാളുടെ ലക്ഷ്യം ഉള്ളിൽ കടന്ന് കൂടുതൽ പേരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ശ്രമത്തെ തടഞ്ഞത് ഒരു റബ്ബിയുടെ ഇടപെടലിലൂടെയായിരുന്നു. റബ്ബി ഡാനിയൽ വാക്കറാണ് സമചിത്തത കൈവിടാതെ തന്റെ പരിശ്രമത്തിൽ ഹീറോയായി മാറിയത്. സിനഗോഗിന് പുറത്ത് കത്തിയുമായി ആളുകൾക്ക് നേരെ ആക്രമി പാഞ്ഞെടുത്തതോടെ റബ്ബി വാക്കർ സിനഗോഗിന്റെ വാതിലടച്ച് ബാരിക്കേഡ് തീർത്തു. ഇതോടെ സിനഗോഗിനുള്ളിലേക്ക് ഇയാൾ കടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അകത്തുള്ളവരെ സംരക്ഷിച്ചു നിർത്താൻ ഈ ഇടപെടലിലൂടെ സാധിച്ചു. 2008 മുതൽ ഹീറ്റൺ പാർക്കിലെ സിനഗോഗിലെ റബ്ബിയാണ് ഡാനിയൽ വാക്കർ. എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തിയ റബ്ബിയുടെ നടപടി ഹീറോയിസമാണെന്ന് ദൃക്സാക്ഷികളും പ്രതികരിച്ചു. ആക്രമിയെ മാഞ്ചസ്റ്റർ പോലീസ് പിന്നീട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതേസമയം ജൂത പുണ്യദിനത്തിലുണ്ടായ ആക്രമണത്തിൽ നടുക്കം മാറിയിട്ടില്ല. പ്രദേശത്തെ ജൂതർക്ക് വർഷത്തിലെ ഏറ്റവും പുണ്യ ദിനമായിരുന്നു ഇത്. ബ്രിട്ടനിൽ ജൂതന്മാർക്ക് സ്വസ്ഥമായി കഴിയാനുള്ള ഇടമല്ലാതായി മാറിയെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. ആക്രമണത്തെ തീവ്രവാദി ആക്രമണമായി കണക്കാക്കുന്നുവെന്ന് യുണൈറ്റഡ് കിങ്ഡം പോലീസ് അറിയിച്ചു. ജൂത കലണ്ടറിലെ ഏറ്റവും പുണ്യദിനമായ യോം കിപ്പൂറിനിടയിലാണ് ആക്രമണം. ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കെട്ടിടത്തിന് പുറത്ത് 2 ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ആക്രമിയെ വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്ത ശേഷമാണ് അക്രമി മരിച്ചു എന്ന് ഉറപ്പിച്ചത്. സ്ഫോടക വസ്തുക്കൾ നിയന്ത്രിത സ്ഫോടനം വഴി നശിപ്പിച്ചു. ആക്രമണം നടക്കുമ്പോൾ സിനഗോഗിനുള്ളിൽ പ്രായമായവരടക്കം ഒട്ടേറെ പേർ ഉണ്ടായിരുന്നു. വിശുദ്ധ ദിനത്തിലെ ആക്രമണത്തിന്റെ നടുക്കത്തിൽ മിക്കവരും കരഞ്ഞുകൊണ്ടാണ് സിനഗോഗിൽ നിന്ന് പുറത്തു വന്നത്. ബ്രിട്ടനിൽ ജൂതർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ വൻ വർധനയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ടായത്. 2014 മാത്രം 3500-ലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാഞ്ചസ്റ്റർ ആക്രമണത്തെ
ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീ സ്റ്റാമർ കോപ്പൻഹേഗനിലെ യൂറോപ്യൻ ഉച്ചകോടി റദ്ദാക്കി ലണ്ടനിൽ തിരിച്ചെത്തി. ബ്രിട്ടനിലെ മുഴുവൻ ജൂത ആരാധനാലയങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 പോയിന്റ് ഗാസ സമാധാന പദ്ധതിക്കിടെ ഇപ്പോഴും പല രീതിയിലുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരു തരത്തിലും ഹമാസ് ഇതിനോട് ഒന്നും മൂളിയിട്ടില്ല, സമ്മതം മൂളിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഗാസ മുനമ്പിലും ഇസ്രായേൽ ഈ ഒരു ദിനത്തിൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർക്ക് നേരെയാണ് സൈന്യം ആക്രമണം നടത്തിയതെന്നും IDF ഉദ്യോഗസ്ഥർ പറഞ്ഞു. നാസർ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച വരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും കുറഞ്ഞത് 40 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. തെക്കൻ ഗാസയിൽ കുറഞ്ഞത് 27 പേരും കൊല്ലപ്പെട്ടു. മാനുഷിക സഹായ വിതരണത്തിനിടെ 14 പേരും കൊല്ലപ്പെട്ടുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടാതെ മധ്യ ഗാസയിലെ ദെയർ അൽ ബലാഹിലെ അൽ അക്സ മാർട്ടിയസ് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. ഗാസ സിറ്റിയിലെ ഷിഫ ആശുപത്രിയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഒരു മൃതദേഹം സ്വീകരിച്ചതായി നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തു. നഗരം പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഒരു വലിയ ആക്രമണം ആരംഭിക്കുന്നതിനാൽ ആശുപത്രി ജീവനക്കാർക്ക് ആശുപത്രിയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അമേരിക്ക മുൻപോട്ട് വെച്ചിട്ടുള്ള 20 ദിന സമാധാന പദ്ധതി മറ്റെല്ലാ രാജ്യങ്ങളും അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഹമാസ് അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഹമാസ് ഏതെങ്കിലും തരത്തിൽ അതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ മറ്റുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് അമേരിക്ക ഉൾപ്പെടുന്ന മറ്റുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോഴും സമാധാനം ഗാസയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം വേണ്ട എന്നുള്ള നിലപാട് എടുത്ത് ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഹമാസ് തന്നെയാണ്. വളരെ വേഗത്തിൽ ഇതിനോട് യെസ് പറഞ്ഞ് സമാധാനത്തിന്റെ ഒരു വെള്ളക്കൊടി മിഡിൽ ഈസ്റ്റിൽ വേഗം കാണാൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം മുഴുവൻ.